ഇന്ന് വീനക്കിൽ ബെൽ സ്ലീവ് വരുന്നൊരു ചെറിയൊരു കോട്ടൻ്റെ ഷോർട്ട് കുർത്തിൻ്റെ കട്ടിങ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ടോപ്പ് ഒരു 1.5 മീറ്ററിലൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിത് കുറച്ച് ലൂസ് ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ കട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇത് 1.5 മീറ്ററിനേക്കാളും കൂടുതലുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. ഇതേപോലെ ഒരു ഭാഗത്തേക്ക് മാത്രം മടക്കിയിട്ട് നമ്മൾ ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത് എടുക്കുക. എന്നിട്ട് അത് ഇതേപോലെ ഒന്ന് 2 ആക്കി മടക്കി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഈ മടക്കി വെച്ചത് നമ്മൾ 4 ആക്കി മടക്കുക എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ ഇതിൻ്റെ ഒന്ന് ഫ്രണ്ടിലെ പീസും ഒന്ന് ബാക്കിലെ പീസുമാണ് കേട്ടോ. അപ്പോൾ ഈ ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് 26 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 28 ഇഞ്ച് എടുത്തിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അതിനുശേഷം ആ മുറിച്ചതിൻ്റെ മുകളിലെ ഭാഗത്ത് നമുക്ക് കഴുത്താക്കി വെട്ടാം കേട്ടോ. അതിനായിട്ട് ഞാൻ കഴുത്തിൻ്റെ ഇറക്കം ഇവിടെ താഴേക്ക് 6ഉം വിട്ട് ഇവിടെ 3.5 ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ അടയാളപ്പെടുത്തുക. അതിനുശേഷം ഇങ്ങനെ അടയാളപ്പെടുത്തിയ പോയിന്റുകൾ നമുക്കൊരു ബോക്സ് പോലെ വരച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ബോക്സ് വരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷെ നമ്മളിങ്ങനെ ബോക്സ് വരച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് നെക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ അടയാളപ്പെടുത്തത് ഫ്രണ്ടിലെ വീനക്കാണ് കേട്ടോ. അപ്പോൾ ആ 2 പോയിന്റുകളും കൂടെ ഇതേപോലെ ഒന്ന് കൂട്ടി വരച്ചു കൊടുക്കുക. ഇനി നമുക്കിവിടെ ഷോൾഡർ വിഡ്ത്ത് അടയാളപ്പെടുത്താം കേട്ടോ. അപ്പോൾ നമ്മൾ ടോട്ടൽ ഷോൾഡർ വിഡ്ത്ത് ഡിവൈഡഡ് ബൈ 2 ആണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 15ന്റെ പകുതി 7.5 ആണ് കേട്ടോ. അത് ഇതേപോലെ അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ അടയാളപ്പെടുത്തിയതിൻ്റെ അവിടുന്ന് താഴേക്ക് നേരെ 7.5 അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ 2 പോയിന്റും കൂടി ഇതേപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഈ യോജിപ്പിച്ച് വെച്ച ഈ കോർണറിൻ്റെ അവിടുന്ന് 1 ഇഞ്ച് ഇതേപോലെ പുറത്തേക്ക് അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ ടോട്ടൽ ലെങ്ത്തിൻ്റെ അവിടുന്ന് ഒരു 4 ഇഞ്ചും ഇപ്പുറത്തുനിന്ന് ഒരു 3 ഇഞ്ചും ഇതേപോലെ അടയാളപ്പെടുത്തിയിട്ട് ഇതേപോലെ ഒരു കർവ് വരച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഈ വരയ്ക്കുന്നത് നമ്മുടെ കൈക്കുഴി അഥവാ ആം ഹോൾ ആണ് കേട്ടോ. ഇനി നമുക്ക് ചെസ്റ്റ് സൈസ് അടയാളപ്പെടുത്താം കേട്ടോ. അപ്പോൾ നമ്മൾ 4-ൽ 1 ഭാഗമായിട്ടാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ടോട്ടൽ ചെസ്റ്റ് സൈസ് എത്രയാണോ ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ നമുക്കിത് കിട്ടും കേട്ടോ. ഞാനിവിടെ കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഇനി ഞാൻ ടേപ്പ് ഇതേപോലെ മുകളിൽ നിന്ന് താഴെ വരെ വെച്ചിട്ട് ഒരു 21.5 അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അവിടെയാണ് കേട്ടോ എനിക്ക് സ്ലിറ്റ് വരേണ്ടത്. അപ്പോൾ ഞാനത് ആദ്യം അവിടെ അടയാളപ്പെടുത്തി വെക്കുന്നതാണ്. ചെസ്റ്റ് സൈസ് ഞാനിവിടെ ഒരു 11.5 ആണ് കേട്ടോ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ശരിക്കും അത്രയൊന്നും വേണ്ട. ഇത് കോട്ടൺ ആയതുകൊണ്ട് കുറച്ച് ചുരുങ്ങുകയും ചെയ്യും. പിന്നെ എനിക്ക് കുറച്ചും കൂടെ ലൂസായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അത്ര എടുത്തത്. അതിനുശേഷം ആ ടേപ്പ് നേരെ താഴേക്ക് പിടിച്ചിട്ട് ആ ഷേപ്പിന്റെ ഭാഗത്ത് ഇതേപോലെ ഒരു 10 അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട്. ഇനി അടുത്ത അളവ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് നമ്മളെ വേസ്റ്റിന്റെ അവിടെയാണ് കേട്ടോ. അതായത് അരേന്റെ ഭാഗത്ത്. അപ്പോൾ ഞാൻ അവിടെ ചെസ്റ്റിന്റെ സൈസ് എത്രയാണോ എടുത്തത് അതേ തന്നെയാണ് കേട്ടോ ഞാൻ താഴേക്കും എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വേസ്റ്റിന്റെ അളവ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് നേരത്തെ മാർക്ക് ചെയ്ത് വെച്ച സ്ലിറ്റിന്റെ അളവില്ല അവിടെയാണ് കേട്ടോ ഇതേപോലെ മാർക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇപ്പൊ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചെസ്റ്റിന്റെയും ഷേപ്പിന്റെയും വേസ്റ്റിന്റെയും ഈ 3 പോയിന്റുകളും കൂടെ കൂടിയിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതേപോലെ. അതിനുശേഷം 1 ഇഞ്ച് ഇതേപോലെ അളവെടുത്തിട്ട് അതേ ഷേപ്പിൽ നമുക്ക് പുറത്തേക്ക് വരച്ചു കൊടുക്കാം കേട്ടോ. അത് അതിന്റെ തയ്യൽ തുമ്പായിട്ട് നമുക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. ഈ ആം ഹോളിന്റെ അവിടെ നമ്മൾ ഇതേപോലെ തയ്യൽ തുമ്പ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ സ്ലിറ്റ് അടയാളപ്പെടുത്തിയില്ലേ അതിന്റെ അവിടെ നിന്ന് ഇതേപോലെ നേരെ താഴേക്ക് വരച്ചു കൊടുക്കാം കേട്ടോ. നമ്മളെ എത്രയോ നമ്മളെ ലെങ്ത്തിനനുസരിച്ച് ഇതേപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ എടുക്കുമ്പോൾ നമ്മളെ ടോപ്പിന്റെ ലെങ്ത്തിന്റെ അവിടെ നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണം കേട്ടോ വെട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിലൊന്ന് ഇതിന്റെ ഒരു ഫ്രണ്ടിലെ പോർഷനും ഒന്ന് ബാക്കിലെ പോർഷനും ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ആ കഴുത്തിന്റെ അവിടെ നമ്മൾ അതേപോലെ ആയതുകൊണ്ട് ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഈ ബാക്കിലെയും ഫ്രണ്ടിലെയും പീസ് നമ്മൾ ഒന്നിച്ച് വെച്ചതുകൊണ്ട് അതൊന്ന് മാറ്റിയിട്ട് നമ്മൾ ഫ്രണ്ടിലെ വീനക്ക് മാത്രം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ബാക്കിൽ സാധാ ഒരു റൗണ്ട് നെക്കാണ് കേട്ടോ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഫ്രണ്ടിലെ പീസ് ഒന്ന് മാറ്റി വെക്കുക. ബാക്കിലുള്ള നെക്കിന്റെ ലെങ്ത് ഇവിടെ 1 ഇഞ്ചും വിഡ്ത്ത് 3.5 ഇഞ്ചും ആണ് കേട്ടോ എടുക്കുന്നത്. അതും ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഒരു ബോക്സ് വരച്ചു കൊടുക്കുക കേട്ടോ. എനിക്കിവിടെ ബാക്കിലുള്ള നെക്കിൽ അധികം ഇറക്കം വേണ്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ചെറിയൊരു നെക്ക് എടുത്തുള്ളത്. നിങ്ങൾക്ക് ലെങ്ത് കൂടിയിട്ടുള്ള നെക്കാണ് വേണ്ടതെങ്കിൽ ആ എടുക്കുന്ന ലെങ്ത് ഒന്ന് കൂട്ടിയിട്ട് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഞാൻ ഇതേപോലെ ആ ബോക്സിന്റെ ഉള്ളിൽ ഇതേപോലെ ഒരു കർവ് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്നാണ് കേട്ടോ വെട്ടുന്നത്. ഇത്രയും വെട്ടിക്കഴിഞ്ഞാൽ ഇനി ബാക്കിലെ പീസിൽ പരിപാടികളൊന്നുമില്ല. ഇനി നമുക്ക് ആ ബാക്കിലെ പീസ് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫ്രണ്ടിലെ പീസ് എടുത്തിട്ട് നമുക്ക് കൈക്കുഴി ഒന്നും കൂടി ഇറക്കി വെട്ടണം കേട്ടോ. അതിനായിട്ട് നമുക്ക് ആ കൈക്കുഴി വെട്ടിയതിന്റെ അവിടുന്ന് 1 ഇഞ്ച് ഇതേപോലെ പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് ഇതിൽ കാണുന്ന പോലെ ഒന്ന് ഉള്ളിലേക്ക് കുഴിച്ചിട്ട് നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ. അത് നമ്മൾ ആ ഷോൾഡറിന്റെ അവിടെ നിന്ന് ഇതേപോലെയാണ് കേട്ടോ എടുക്കേണ്ടത്. നമ്മൾ ഫുള്ളായിട്ട് വെട്ടണ്ട. നമ്മൾ ആ ഭാഗം മാത്രം ഇതേപോലെ ഒന്ന് കർവ് ചെയ്തെടുത്തിട്ട് വെട്ടി കൊടുത്താൽ മതി. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി നമ്മളെ സ്ലീവ്സ് വെട്ടാൻ വേണ്ടിയിട്ട് എടുക്കണം കേട്ടോ. അപ്പം നമ്മൾ സ്ലീവ്സ് വെട്ടുന്നതിന് മുന്നേ നമ്മുടെ ആം ഹോളിന്റെ അളവ് എടുക്കണം. അതായത് ടേപ്പ് ഇതേപോലെ മുകളിൽ വെച്ചിട്ട് ഇതേപോലെ എടുത്തിട്ട് അളവെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ടോട്ടൽ 12 ആണ് കേട്ടോ ഉള്ളത്. ശരിക്കും 12ന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ കുറച്ചും കൂടെ ലൂസായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനി നമ്മുടെ സ്ലീവ്സ് വെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ 2 എണ്ണാക്കിയിട്ട് ഇടണം കേട്ടോ. ഇതിൽ കാണുന്ന പോലെ നമ്മൾ മടക്കി ഇടുമ്പോൾ നമുക്ക് ഇതിന്റെ ടോട്ടൽ 4 പീസസ് ആയിട്ടാണ് കേട്ടോ കിട്ടുക. ഇനി നമ്മൾ നേരത്തെ ആം ഹോളിന്റെ ആ അളവ് എടുത്ത് വെച്ചില്ലേ ആ അളവ് ഇതേപോലെ നേരെ ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തുക കേട്ടോ. ഞാൻ അവിടെ നേരത്തെ 12 ആണ് എടുത്തത്. പക്ഷെ അത്രയൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ 10 ആണ് കേട്ടോ എടുത്തത്. അതിന് ശേഷം നമ്മൾ ഇതിന്റെ ടോട്ടൽ ലെങ്ത് അടയാളപ്പെടുത്താം. ഇനി നമുക്ക് സ്ലീവ്സിന്റെ ടോട്ടൽ ലെങ്ത് അടയാളപ്പെടുത്താം. ഇവിടെ ഫുൾ സ്ലീവ് ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ 22 ആണ് കേട്ടോ എനിക്ക് ടോട്ടൽ വേണ്ടത്. അതിന്റെ കൂടെ ഒരു ഇഞ്ചും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കുക ടോട്ടൽ ലെങ്ത്. അതിനുശേഷം നേരത്തെ മുകളിൽ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന അവിടുന്ന് നമ്മൾ താഴത്തേക്ക് ഒരു 4 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് കുറച്ചപ്പുറത്തേക്ക് മാറിയിട്ട് ഒരു 3 ഇഞ്ച് 2 ഇഞ്ച് 1 ഇഞ്ച് അങ്ങനെ നമ്മൾ ആ അറ്റം വരെ ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇതേപോലെ ഒരു കർവ് പോലെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇപ്പം നമ്മൾ ഈ വരയ്ക്കുന്ന ഈ ഭാഗമാണ് കേട്ടോ നമ്മൾ ഡ്രസ്സിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിലുള്ള ബാക്കി മെഷർമെന്റിന്റെ ക്ലിപ്സ് ഞാൻ എടുക്കാൻ വിട്ടുപോയതുകൊണ്ട് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ആദ്യം ഇവിടെ ടോട്ടൽ ലെങ്ത് എടുത്തിട്ട് 1 ഇഞ്ച്
ഇഞ്ചും കൂടെ കൂട്ടിയെടുക്കുക കേട്ടോ. ഇനി ആ ടോട്ടൽ ലെങ്ത്തിന്റെ അവിടെ നിന്ന് നമുക്ക് നമ്മുടെ സ്ലീവ്സിന്റെ വിഡ്ത്ത് എടുക്കാം കേട്ടോ. ഇത് കുറച്ചും കൂടെ ലൂസായി കിടക്കുന്നതുകൊണ്ട് ഞാനിവിടെ 10 എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ മോളിൽ നിന്ന് താഴേക്ക് ഇതേപോലെ വെച്ചിട്ട് ഒരു 10 അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഇനി ആ 10 അടയാളപ്പെടുത്തി അവിടുന്ന് നേരെ ഇപ്പുറത്തേക്ക് അവിടേക്കും ഒരു 10 അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിനുശേഷം ഈ കിട്ടിയ 3 പോയിന്റ്സുകളെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇതേപോലെ യോജിപ്പിച്ച് വെക്കുക. അതിനുശേഷം നമ്മൾ അതിന് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ട് വേണം കേട്ടോ വെട്ടാൻ വേണ്ടിയിട്ട്. ഈ സ്ലീവ്സിന്റെ സെന്ററിൽ നമ്മൾ ഈ ഒരു പോയിന്റ് ഇട്ടില്ല, ഈ 10 എടുത്തിട്ട് അത് അങ്ങനെ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ആ മുകളത്തെ പോയിന്റിൽ നിന്ന് താഴത്തെ പോയിന്റിലേക്ക് ഇങ്ങനെ നേരെയും വെട്ടിക്കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ 2 രീതിയിലും ഈ സ്ലീവ്സ് വെട്ടാട്ടോ. ഇങ്ങനെ പോയിന്റ് ഇട്ടിട്ടും വെട്ടാം, അല്ലാണ്ട് മുകളത്തെ പോയിന്റിൽ നിന്ന് താഴത്തെ പോയിന്റിലേക്ക് നേരിട്ടിട്ടും വെട്ടാട്ടോ. അതിനുശേഷം ഈ സ്ലീവ്സിന്റെ സെന്റർ പോയിന്റ് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി കട്ട് ഇട്ടില്ലെങ്കിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താലും മതി. നമ്മൾ ഈ ടോപ്പ് വിത്തൗട്ട് ലൈനിങ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതിന്റെ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പീസസ് വേണം കേട്ടോ. അപ്പൊ നെക്ക് കുറച്ചും കൂടെ നീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 10 ഇഞ്ച് വിത്തിലും 10 ഇഞ്ച് ലെങ്ത്തിലും 2 പീസസ് വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ 2 പീസും കൂടെ നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഷോർട്ട് കുർത്തിന്റെ കട്ടിങ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമ്മുടെ ഷോർട്ട് കുർത്തി ഇവിടെ റെഡി ആവും കേട്ടോ. അപ്പൊ ഈ 2 പീസസ് വെച്ചിട്ടുള്ള നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതും ഇതിന്റെ ടോട്ടൽ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോയിലാക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഈ ഷോർട്ട് കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ.